വലിയ ജനകീയ പ്രക്ഷോഭങ്ങളിൽ ഇളകി മറിയുകയാണ് ഇറാൻ. നിത്യോപയോഗ സാധനങ്ങൾക്ക് തീ വിലയായതോടെയാണ് കഴിഞ്ഞ മാസാവസാനം ഇറാനിൽ ജനം തെരുവിലിറങ്ങിയത്. ഇറാനി റിയാലിൻ്റെ റെക്കോർഡ് മൂല്യത്തകർച്ചയ്ക്ക് പിന്നാലെ ഡിസംബർ 18-ന് ടെഹ്റാനിൽ വ്യാപാരികൾ തുടങ്ങിയ പ്രതിഷേധം ജനകീയ പ്രക്ഷോഭമായി രാജ്യത്തെ 31 പ്രവിശ്യകളിലേക്കും പകരുന്നതാണ് കാഴ്ച. ലക്ഷക്കണക്കിന് മനുഷ്യർ തെരുവുകളിൽ നിറയുന്നു. പോലീസുമായും സുരക്ഷാ സേനയുമായും ഏറ്റുമുട്ടുന്നു. പ്രധാന പാതകളിൽ പ്രതിഷേധക്കാർ നിറഞ്ഞതോടെ ഗതാഗതവും ചരക്ക് നീക്കവും നിലയ്ക്കുന്നു. അതേസമയം ഈ സാഹചര്യം ഉപയോഗപ്പെടുത്തി ഇറാനിൽ ഇടപെടാനുള്ള നീക്കത്തിലാണ് അമേരിക്കയും ഇസ്രായേലും. ആണവ പദ്ധതികളുമായി ബന്ധപ്പെട്ട് അമേരിക്കയടക്കം ലോകരാജ്യങ്ങളുടെ ഉപരോധത്തിൽ വലയുന്ന ഇറാനിൽ അടുത്ത കാലത്തായി പ്രതിസന്ധികൾ രൂക്ഷമായിരുന്നു. ഇടിഞ്ഞു തകരുന്ന സമ്പദ് വ്യവസ്ഥയും ഭക്ഷ്യവസ്തുക്കളുടെ വിലക്കയറ്റവും ഇറാനെ തേടിയെത്തിയിരുന്നു. ഒരു വർഷത്തിനിടെ റിയാലിൻ്റെ മൂല്യം 3-1 ചുരുങ്ങി. ഡിസംബറിൽ പണപ്പെരുപ്പം 50% മുകളിലെത്തി. ഇതോടെയാണ് ജനം പ്രതിഷേധവുമായി തെരുവിലിറങ്ങുന്നത്. സർക്കാരിനെതിരെ തെരുവിലിറങ്ങാൻ 1979-ലെ ഇസ്ലാമിക് വിപ്ലവത്തിൽ സ്ഥാനഭ്രഷ്ടനാക്കപ്പെട്ട ഇറാൻ ഷാ മുഹമ്മദ് റിസ പഹ്ലവിയുടെ മകൻ റിസ പഹ്ലവിയും ആഹ്വാനം ചെയ്തിട്ടുണ്ട്. അമേരിക്ക ഇടപെടണമെന്നും അദ്ദേഹം ആവശ്യപ്പെടുന്നുണ്ട്. കഴിഞ്ഞ ദിവസം വാഷിംഗ്ടൺ പോസ്റ്റിലെ ലേഖനത്തിൽ ഇറാനിലെ ജനകീയ പ്രക്ഷോഭങ്ങളിൽ തൻ്റെ പേര് മുഴങ്ങുന്നുണ്ടെന്നും അധികാരത്തിലേക്ക് തിരിച്ചെത്താനുള്ള ക്ഷണം മാത്രമായല്ല ഉത്തരവാദിത്തമായാണ് താൻ അതിനെ കാണുന്നതെന്നും പഹ്ലവി വ്യക്തമാക്കിയിരുന്നു. 2 ആഴ്ചയായി തുടരുന്ന പ്രക്ഷോഭങ്ങളിൽ കുറഞ്ഞത് 65 ആളുകൾ ഇതിനകം കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നാണ് ആംനസ്റ്റി ഇൻ്റർനാഷണൽ ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര ഏജൻസികൾ നൽകുന്ന വിവരം. 2300-ലധികം ആളുകൾ തടവിലാണ്. മഷാദും ടെഹ്റാനും അടക്കം ഇറാൻ്റെ പ്രധാന നഗരങ്ങളിലെല്ലാം കലാലയങ്ങളിലും ഏകാധിപതിക്ക് മരണവും റസ പഹ്ലവിയുടെ നേതൃത്വത്തിലുള്ള രാജ്യഭരണത്തിൻ്റെ തിരിച്ചുവരവും ആവശ്യപ്പെടുന്ന മുദ്രാവാക്യങ്ങൾ മുഴങ്ങിക്കേൾക്കുന്നുണ്ട്. ഇറാനിലെ ജനകീയ പ്രക്ഷോഭങ്ങൾക്ക് പിന്തുണ നൽകുമെന്നും ഇടപെടുമെന്നും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇതിനിടെ ഇറാന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. എന്നാൽ അമേരിക്കൻ പ്രേരിതമാണ് സമരമെന്നും കർശനമായി നേരിടുമെന്നും ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള ഖമേനി നിലപാട് ആവർത്തിക്കുകയാണ്. പ്രക്ഷോഭകാരികൾക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാകുമെന്നും ഇറാൻ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഗൊലാം ഹുസൈൻ മൊഹ്സീനിയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇസ്രായേൽ ചാരസംഘടനയായ മൊസാദിൻ്റെ കൈകളും പ്രക്ഷോഭത്തിന് പിന്നിലുണ്ടെന്നാണ് ഇറാൻ ഭരണകൂടത്തിൻ്റെ വാദം. ഇതിനിടെ 2 ആഴ്ചയ്ക്കിപ്പുറം രാജ്യത്തെ ക്യാമ്പസുകളിലെല്ലാം പ്രക്ഷോഭം കരുത്താർജിക്കുകയാണ്. വെള്ളിയാഴ്ച 31 പ്രവിശ്യകളിലെ 100-ലേറെ നഗരങ്ങളിൽ പ്രതിഷേധ റാലികൾ നടന്നു. രാജ്യത്ത് ഇൻ്റർനെറ്റ് വിലക്കിയ സർക്കാർ വിദേശത്തു നിന്നുള്ള ഫോൺ കോളുകൾക്കും വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. ഫ്ലൈ ദുബൈയും ടർക്കിഷ് എയർലൈൻസും അടക്കം വിമാന കമ്പനികൾ ഇറാനിലേക്കുള്ള സർവീസ് നിർത്തിവെച്ചിരിക്കുന്നു. പ്രതിഷേധക്കാർക്കെതിരെയുള്ള നടപടി അപലപിച്ച് യൂറോപ്യൻ രാജ്യങ്ങളും രംഗത്തെത്തിയിട്ടുണ്ട്. പ്രക്ഷോഭകാരികളെ തീവ്രവാദികളെന്നാണ് ഇറാൻ ദേശീയ മാധ്യമങ്ങൾ വിശേഷിപ്പിക്കുന്നത്. പ്രക്ഷോഭങ്ങൾക്കെതിരെയുള്ള റസ പഹ്ലവിയുടെ ആഹ്വാനത്തിന് പിന്നാലെ വൻ ജനാവലി പ്രധാന നഗരങ്ങളിൽ തടിച്ചുകൂടുന്നതാണ് കാഴ്ച. പ്രതിഷേധം കനക്കുന്നുവെന്ന് കണ്ട് തുടക്കത്തിൽ തന്നെ ഇറാൻ ഭരണകൂടം സ്വീകരിച്ച നടപടികളെല്ലാം ജനം തള്ളുകയാണ്. ഡിസംബർ 30-ന് രാജ്യത്തെ വ്യാപാര നേതൃത്വവുമായി ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ ചർച്ച നടത്തിയിരുന്നു. എന്നാൽ പിന്നീട് വിപണിയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്ന പ്രസ്താവനയിൽ നടപടികൾ ഒതുങ്ങുകയായിരുന്നു. ഇതിനിടെ തെക്കൻ ഇറാനിലെ ഫസയിലുള്ള ഗവർണറുടെ വസതിക്ക് മുമ്പിൽ ഇരച്ചെത്തിയ ജനക്കൂട്ടം കണ്ണിൽ കണ്ടതെല്ലാം എറിഞ്ഞു തകർക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ ഇതിനിടെ പരക്കുന്നുണ്ട്. ഡിസംബർ 31-ന് രാജ്യത്തിൻ്റെ സെൻട്രൽ ബാങ്ക് ഗവർണറെ മാറ്റി വിശ്വസ്തനും പരിചിത മുഖവുമായ അബ്ദുൾ നാസർ ഹെമ്മാത്തിയെ നിയമിച്ചിട്ടും അത്ഭുതങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പ്രക്ഷോഭത്തിൽ അമേരിക്ക തുടരെ പഴിചാരുകയാണ് ആയത്തുള്ള ഖമേനി അടക്കമുള്ളവർ. സ്വേച്ഛാധിപതികളും അഹങ്കാരികളുമായ ഭരണാധികാരികൾ അധികാരത്തിൽ നിന്ന് വീണ ചരിത്രം ട്രംപിനെ ഓർമ്മിപ്പിച്ച് ഖമേനിയുടെ പ്രസംഗം കഴിഞ്ഞ ദിവസം നടന്നതും ഈ സാഹചര്യത്തിലാണ്. ഫറവോയുടെയും പഹ്ലാവി കുടുംബത്തിൻ്റെയും വീഴ്ച ട്രംപിനെ ഓർമ്മിപ്പിച്ചായിരുന്നു ഖമേനിയുടെ പ്രസംഗം. പതിവില്ലാത്ത വിധം സൈന്യത്തെ അടക്കം തെരുവുകളിൽ വിന്യസിച്ചാണ് ഇറാൻ ഭരണകൂടം ഇക്കുറി പ്രതിഷേധത്തെ നേരിടുന്നത്. ജനക്കൂട്ടത്തെ നേരിടുന്ന സായുധ സേനയുടെ ദൃശ്യങ്ങൾ ഇറാനിയൻ ഔദ്യോഗിക മാധ്യമങ്ങളിൽ കാണാം. പാതകളും പ്രധാന കേന്ദ്രങ്ങളും ഉപരോധിക്കുന്ന ജനക്കൂട്ടങ്ങളുടെയും ഖമേനി വിരുദ്ധ മുദ്രാവാക്യങ്ങൾ മുഖരിതമായ പ്രതിഷേധങ്ങളുടെയും ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിലെമ്പാടും പ്രചരിക്കുന്നുണ്ട്. കുട്ടികളടക്കം 28 പേർ ഇതുവരെ കൊല്ലപ്പെട്ടുവെന്നാണ് ആംനസ്റ്റി ഇൻ്റർനാഷണലിൻ്റെ കണക്കുകൾ. എന്നാൽ സർക്കാർ കണക്കുകളിൽ അത് ഒരാൾ മാത്രമാണ്. ഇറാനിലെ പ്രതിഷേധങ്ങൾ മറ്റൊരു US അധിനിവേശത്തിന് വഴി തുറക്കുമോ, അതോ രാജ്യത്തെ പുതിയ ദിശയിലേക്കുള്ള വഴികാട്ടിയാകുമോ? ലോകം ഇറാനിലേക്ക് ഉറ്റുനോക്കുകയാണ്.